Good morning. എനിക്ക് ഇങ്ങോട്ട് നോക്ക്, ക്യാമറയിലോട്ട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു യുവർ ഡേ ഇൻ യുവർ ലൈഫ്. എങ്ങോട്ട് പോവാൻ? എനിക്ക് ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. അപ്പോൾ ഞാൻ രാവിലെ ബ്രഷൊക്കെ ചെയ്തു. ഇപ്പോൾ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ പിക്ക് ചെയ്തുകൊണ്ട് വരും. ഇപ്പോഴും ഞാൻ പകുതി ഉറക്കത്തിരിക്കുന്നുണ്ട്, അത്ര ആക്റ്റീവല്ല. എന്തായാലും താഴേക്ക് പോയിട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിക്കട്ടെ, അപ്പം ഞാനൊന്ന് ആക്റ്റീവ് ആവും. എൻ്റെ നേരത്തെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ സ്ഥിരം ഒരു ശിവഭഗവാന്റെ ഒരു മ്യൂസിക് കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിടാൻ പോവാണ്. ഇതിടുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു ഗുഡ് ഫീൽ കിട്ടും. ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തു ഗൈസ്. December 1st ആവുന്നതിന് മുമ്പേ വെച്ചു. അപ്പോൾ അത് കാണിച്ചുകൊണ്ട് നിന്നപ്പോൾ അതാ ചേട്ടൻ വന്നു. ഹലോ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കും. ഇതാണ് രാവിലെ ഉണ്ടാക്കിക്കൊണ്ടുവരാന്ന് പറഞ്ഞേ. എത്ര സമയം എടുത്തു? എക്സ്ട്രാ സ്പെഷ്യൽ താങ്ക് യു കോൾഡ് ബ്രൂ. ഇത് അല്ലുവിനും എനിക്കൊക്കെ ഒത്തിരി കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു ശിവമന്ത്രയാണ്. ഇതാണ് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളത്. കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും അല്ലേ? അതെ, പ്രത്യേകിച്ച് മിക്ക മോർണിംഗ്സും നമ്മളത് പ്ലേ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇതാണ് എന്റെ ഇരിപ്പിടം സ്ഥിരം. ഇതിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇപ്പൊ രാവിലത്തെ യോഗയും കൂടെ അങ്ങനെ കഴിയും. യോഗയൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എല്ലാ ദിവസവും ഇതൊന്നും അല്ല ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഫുഡായിരിക്കും കഴിക്കുന്നത്. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെയും കഴിക്കാം അല്ലേ? അതെ. നിങ്ങൾ ഓർക്കോ പുറത്തുനിന്നൊക്കെ കഴിച്ചാൽ ഈ ഒരു സമയത്ത് നല്ലതായിരിക്കുമോ എന്നൊക്കെ ചിലവർക്ക് തോന്നിയേക്കാം. നമ്മൾ ആ സ്ഥിരം പുറത്തുനിന്നൊന്നുമല്ല കഴിക്കണേ. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ടാണ് ചേട്ടൻ ഇന്ന് കൂടെ ഉള്ളത്. ഇല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ട് ചേട്ടൻ ജോലിക്ക് പോകും. അപ്പം ഇന്ന് രാവിലെ എനിക്ക് തണുത്ത് എന്തെങ്കിലും കുടിക്കാനാണ് തോന്നിയത്. സോ ഇതെന്താ ചേട്ടാ? ഒരു പേര് ഞാൻ പറഞ്ഞു കൊടുത്തു, അത് പോയി വാങ്ങിച്ചോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും തിന്നുണ്ട്. ചോക്ലേറ്റ് ഹേസൽനട്ട് കോൾഡ് ബ്രൂ വിത്ത് ന്യൂട്ടല്ല. ഇന്നലെ നമ്മൾ കിടന്നപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആയി, അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചത്. പിന്നെ ഒന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാനുള്ള ഒരു ക്രേവിംഗ് ഒക്കെ വരും അല്ലേ? ആർക്ക് വരും? ഏറ്റവും കൂടുതൽ ക്രേവിംഗ് ഉള്ളത് ചേട്ടനാണ്. ക്രേവിംഗ് എനിക്കുള്ള എല്ലാ സിംറ്റവും ഇപ്പൊ ചേട്ടനുണ്ട് അല്ലേ? ഏകദേശം. അതിനെ കോവിഡ് സിൻഡ്രം എന്ന് വിളിക്കാം. അതെ അതെ. ഉണ്ടോ? കുറച്ച് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് ആലോചിക്കും. എന്താലോചിക്കും അറിയോ? എന്തിന്ന് കഴിക്കൂന്ന്, എന്തിന്ന് ഉണ്ടാക്കും, ഇതൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നു. അപ്പൊ ഇന്ന് ആലോചിച്ചൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ചേട്ടന്റെ വക ഇന്ന് മന്തി, ചിക്കൻ മന്തി. അപ്പൊ ഞങ്ങൾ മന്തി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ കുക്ക് ചെയ്യാൻ പോവാണ്. ഒരുപാട് കുക്കിംഗ് വീഡിയോ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കാരണം പിന്നെ ഇതൊരു കുക്കിംഗ് വീഡിയോ വ്ളോഗായി പോകും അല്ലേ? അതുകൊണ്ട് ക്വിക്കായിട്ട് മന്തി ഉണ്ടാക്കണം. All about my enemies, Titanic sinking, who killed the Kennedys, perusing journals and picking up all my memories. I was tripping on low stakes and jealousy. Grown now, did my life get any different with the tools I'm on now? Would a young me even listen? I've been in this part. അങ്ങനെ നമ്മൾ മന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കുറച്ച് ഐറ്റംസ് കുറവുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ പോയി ആ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് വന്നു. The places that I've been, or where the fuck I'm going. When the chatter is shallow, oh yeah.
അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ലഞ്ചൊക്കെ റെഡിയായി. അപ്പം നമ്മൾ കഴിക്കാൻ പോവാണ്. എനിക്ക് മന്തി ഒരിക്കലും സ്വന്തമായിട്ട് കഴിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ വേറൊരു നിവർത്തിയില്ലെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കൂ, എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുവാണെങ്കിൽ. അത് നമ്മുടെ മുമ്പുള്ള ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരിക്കലും മന്തി കഴിക്കാൻ പറ്റില്ല. അത് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് വാരി കഴിക്കാൻ. പക്ഷെ ചേട്ടൻ തരുവാണെങ്കിൽ ഞാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുഴച്ചിട്ട് ഒരു അടിപൊളി പിടിയൊക്കെ എടുത്ത്. എങ്ങനെയുണ്ട്? സെറ്റാണോ? ഡബിൾ ഓക്കെ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ഗുഡ് മോർണിംഗ്. പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലെ ഞങ്ങൾ ബാക്കി പിന്നെ ഒന്നും എഴുത്തില്ല, കാരണം മന്തിയൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്താ ചെയ്തേ, നല്ല ഉറക്കം, കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്തു, കൂടുതൽ ഉറക്കം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്നലെ വീഡിയോ ബാക്കി എടുത്തില്ല, നമ്മളൊരു വീഡിയോ തുടങ്ങി വെച്ചായിരുന്നല്ലോ. ഇപ്പം ഞങ്ങള് 3 ഹിൽസ് വരെ പൊക്കോണ്ടിരിക്കുവാണ്. എനിക്കൊരു ഫിസിയോതെറാപ്പി അപ്പോയിൻമെന്റ് ഉണ്ട്. 3rd ട്രൈമസ്റ്റർ കയറിയപ്പോൾ തൊട്ട് പെൽവിക് പെയിൻ എനിക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ്. ആയതുകൊണ്ട് ഇപ്പം പെൽവിക് ഫ്ലോർ ഫിസിയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് പോവാണ് ഗൈസ്. ഞങ്ങൾ 8 മണിയായപ്പോൾ ഇപ്പം ഇറങ്ങി. ഇവിടുന്ന് ഒരു 40 മിനിറ്റ്സ് ഒരു ഡ്രൈവ് ഉണ്ട്. അപ്പം ഇനി ഒരു 4 മിനിറ്റ്സിനുള്ളിൽ അവിടെ എത്തും. നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഇത് ഫുഡൊന്നും വീട്ടിൽ ഉണ്ടാക്കിയില്ല. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നും വെണ്ടീസും ടിമ്മും ഒക്കെയാണ്. അതെ, അവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റത്തില്ലായിരിക്കും. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. നമ്മൾ ഈ എടുത്ത വീഡിയോയ്ക്ക് വോയിസ് ഇല്ല, കാരണം ഫോൺ വണ്ടിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് വോയിസ് കിട്ടിയില്ല. ജസ്റ്റ് വിഷ്വൽസ് മാത്രമേ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വേറൊന്നുമല്ല, ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയി നെയിൽ പോളിഷൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. അതൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ബേബി ബോയ് ആണല്ലോ, അതുകൊണ്ട് ബ്ലൂ കളർ അടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ബ്ലൂ കളറൊക്കെ അടിച്ച് അത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഡെയിലി നമ്മൾ മാക്സിമം സമയം ഒരുമിച്ചിരിക്കാനാണ് ഇപ്പോൾ ഒരുപാട് നോക്കുന്നത്. നമ്മൾ ഒരുമിച്ച് വെറുതെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ സോ നമ്മൾ ഒരുമിച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. വെറുതെ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങ് ടൈം പോകും കേട്ടോ ഡെയിലി. അപ്പോൾ കൂടുതലൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ബേബി വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ കൊണ്ട് ഡെയിലി ടൈം പോവും. വീട് ക്ലീനിങ്, കാരണം ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ എനിക്ക് ഒരു പൊടി പോലും കാണുന്നത് ഭയങ്കര എന്തോ ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ ഫുള്ള് വീട് ക്ലീനിങ്ങും ഓർഗനൈസ് ചെയ്ത് വെക്കൽ, അങ്ങനെ എങ്ങനെയൊക്കെയോ ടൈം പോകും. പിന്നെ നമ്മൾ തന്നെ മെൻ്റലി പ്രിപ്പയർഡ് ആവണമല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡിസ്കഷനിലൊക്കെ ആയിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഇരുന്ന് നമ്മളിങ്ങനെ പറയും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ പ്ലാൻ ചെയ്തൊക്കെ വെക്കും കേട്ടോ. എങ്ങനെ ആവുന്നൊന്നും അറിയില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് പ്ലാൻ ചെയ്യണമല്ലോ, എന്തെങ്കിലും വേണമല്ലോ സംസാരിക്കാൻ. അപ്പം ഇതാണ് നമ്മുടെ ടോപ്പിക്സൊക്കെ. അപ്പം ഇനിയും ഞാൻ കൂടുതൽ വീഡിയോസൊക്കെ ഇട്ട് വരാൻ ശ്രമിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വേറൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.